ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സോളോ കോഡ് റീഡർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ റെഡ്മി 80 ഡുവലിൻ്റെ അൺബോക്സിങ് ആൻഡ് ഫുൾ റിവ്യൂ ആണ്. അപ്പോൾ ഇതിൽ ഫുൾ കാര്യങ്ങളെല്ലാം ബാറ്ററിയും എല്ലാത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഫുള്ള് കേൾക്കണം. അതിൽ ഗെയിമിംഗ് സ്പെക്കിങ് പറയുന്നുണ്ട്, എല്ലാം പറയാം. അപ്പോൾ അത് നമുക്ക് ഫോണ് ഇതിന് മേടിച്ചതെന്ന് പറയാം. MI സ്റ്റോറിൽ നിന്നാണ് നമ്മൾ ഈ ഫോൺ ഓർഡർ ചെയ്തത്. 8300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നത്. ഇത് 3GB 32GB ഇൻറ്റേർണൽ വരുന്ന മോഡലാണ്. ഇതിൻ്റെ 3GB ആണ് ഇതിൻ്റെ റാം വരുന്നത്, 32GB ആണ് ഇൻറ്റേർണൽ വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 429 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. 8999 ആണ് ഇതിൻ്റെ MRP. നമ്മൾ മേടിച്ചത് 8299 ആണ്. MI സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. ചില അഡ്രസ്സിൽ ഡെലിവറി ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും ഫോൺ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ അത് നമ്മൾ ഫോണിൻ്റെ സീല് കട്ട് ചെയ്തു. ഫോണിൻ്റെ കേസ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ ബാക്ക് കവറൊന്നും വരുന്നില്ല. അതിൽ ആകെ അതിൻ്റെ യൂസർ മാനുവൽ, പിന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂളുണ്ട്. അത് രണ്ടാണ് ആദ്യം വരുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ പ്രധാന സാധനം, അതായത് നമ്മുടെ ഫോൺ റെഡ്മി 80 ഡുവൽ. എന്തായാലും ആ റേഞ്ചിൽ നല്ലൊരു വേരിയൻ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ പറയുന്നത് വൈറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇത് വൈറ്റ് പ്ലസ് ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക് പാറ്റേൺ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അതിൻ്റെ ടെക്സ്ചറൊക്കെ കുറച്ച് സ്മൂത്താണ്. പിന്നെ അതിൽ വരുന്നത് ഒരു കവറിങ്, ജസ്റ്റ് ഒരു കവറിങ്. അതിന് ശേഷം അതിൻ്റെ 10 വാട്ട് ചാർജറാണ് വരുന്നത്. അത് 18 വാട്ട് ചാർജർ, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. പിന്നെ ടൈപ്പ് സി ആണ്. 18 വാട്ട് സപ്പോർട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നിട്ടില്ല. നമ്മൾ വേണമെങ്കിൽ എക്സ്ട്രാ മേടിക്കണം. ഇപ്പോൾ ഉള്ളതൊരു 10 വാട്ട് ചാർജറാണ്. പക്ഷേ നോർമലി മറ്റു ചാർജറിനെക്കാളും ഫാസ്റ്റ് തന്നെയാണ്. പിന്നെ ടൈപ്പ് സിയും കൂടി ആയതുകൊണ്ട് നല്ല ഫാസ്റ്റ് തന്നെയാണ്. ടൈപ്പ് സി ആണ്. എനിക്ക് നല്ലൊരു കംഫോർട്ട് ഫീൽ ചെയ്തു അത് ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ഫോണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈൻ സെൻറ്ററിൽ ആണ് അതിൻ്റെ ക്യാമറ വെച്ചിട്ടുള്ളത്. 13+12 ആണ് റിയർ ക്യാമറ വരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 8MP ആണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഉണ്ട്. എല്ലാ HD ഒന്നുമില്ല, എന്നാലും ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ക്വാളിറ്റി എന്നുള്ളത് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് ക്യാമിലെടുത്ത ഫോട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമിലെടുത്ത ഫോട്ടോ പറയുമ്പോൾ അടുത്ത ഫോട്ടോ ആണ് ഫ്രണ്ട് ക്യാമിലെടുത്തത്. കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റി തന്നെ രണ്ട് ക്യാമറ നൽകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി സ്പെക്ക് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ സിം എജക്ഷൻ സിമ്മും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീക്കറും വോയിസ് ക്യാൻസലേഷൻ ചാർജിങ് പോർട്ടൊക്കെ വരുന്നത് താഴെയാണ്. പിന്നെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ പവർ ബട്ടണും വോളിയം ബട്ടണും വരുന്നത്. പിന്നെ ഇതിൽ 2 സിമ്മും ഒരു മെമ്മറി ഒരേ സമയം ഇടാം. ചുരുക്കി പറഞ്ഞാൽ ട്രിപ്പിൾ സ്ലോട്ടാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി സ്പെക്കൊക്കെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് വീഡിയോ ആണിത്. സ്ക്രീൻ റെക്കോർഡിങ് നല്ല ക്വാളിറ്റി ഉണ്ട്. ചെറിയ MBയിൽ നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 32GB ഇൻറ്റേർണൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 439 ആണ്. നല്ലൊരു ഗെയിമിംഗ് ബൂസ്റ്ററും ഇതിലുണ്ട്. ഗെയിം കളിക്കുന്ന വീഡിയോ ഇനി ഇതിന് നെക്സ്റ്റ് വീഡിയോ ഭാഗം നമുക്ക് ഗെയിം കളിക്കുന്നതിൻ്റെ ഒരു റിവ്യൂ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഫോണിൽ കളിച്ചത് ഒരു കൺട്രോൾസിൻ്റെ ഇഷ്യൂ ഉണ്ട്. നല്ല സ്മൂത്താണ് കാര്യങ്ങളൊക്കെ. നമുക്ക് റെഡ് ചെയ്യാനൊക്കെ ഇനി ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ വീഡിയോ ക്വാളിറ്റി നമുക്ക് സൗണ്ട് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും കൂടി ഒരുമിച്ച് നോക്കാം. അപ്പോൾ പിന്നെ ബാറ്ററി പറഞ്ഞ പോലെ തന്നെ 5000 mAh പറഞ്ഞ പോലെ തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അത് ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഫോണിന് മൊത്തം ഓവറോളായി പറയുകയാണെങ്കിൽ നല്ലൊരു ഫോണാണ്. 8300 നല്ലൊരു കിട്ടാവുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫോണാണ്. എല്ലാ സ്പെക്കും നല്ലൊരു നീറ്റിൽ തന്നെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിൽ ഞാൻ എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഒരു വെരി ഗുഡ് ബൈ.